നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ പി.വി. അൻവറിൽ തന്നെയാണ് ഫലപ്രഖ്യാപന ശേഷവും രാഷ്ട്രീയ ചർച്ചകൾ. നിലമ്പൂരുകാരുടെ അമ്പൂക്ക വമ്പ് പറഞ്ഞതല്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചതോടെ അൻവറിന്റെ UDF പ്രവേശന സാധ്യതകളും സജീവമാകുകയാണ്. ഒറ്റയ്ക്ക് പോരാടി കരുത്തു തെളിയിച്ച അൻവറിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാകില്ലെന്ന വിലയിരുത്തലിലാണ് UDF നേതൃത്വം. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. UDFിൽ അദ്ദേഹത്തിന് പ്രവേശനം ആവശ്യപ്പെട്ട അദ്ദേഹവുമായി നേരത്തെ ഒരു ചർച്ച പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നടത്തിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പൊതുവെ ഉണ്ടായ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം പിന്നീടുണ്ടായില്ല. UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. പിന്നാലെ അൻവർ ഇടഞ്ഞു. പിണറായി സമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രധാന വിഷയം. ഞാനേ രാജിവെച്ചത്, ഞാൻ ആരെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല. അപ്പൊ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ ഒരുപാടുണ്ടായി. ഒടുവിൽ ഒത്തുപോകില്ലെന്ന് പരസ്യമായ പ്രഖ്യാപനം. ഈ പറയുന്ന ആളുമായിട്ട് ചർച്ച നടത്താൻ നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗ് നേതാവാണ്, പ്രതിപക്ഷ ഉപനേതാവാണ്. ഞങ്ങൾ ആലോചിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തി. അദ്ദേഹം രമേശ് ചെന്നിത്തലയും അദ്ദേഹമാണ് ചർച്ച നടത്തിയിരുന്നത്, ലീഗ് നേതാവ്. അദ്ദേഹം ഒന്ന് പറഞ്ഞാണ് ഇനി വേണ്ട ചർച്ച, ഇനി ചർച്ചയ്ക്കില്ല, ഞാനുമില്ല ചർച്ചയ്ക്ക്, നമ്മൾ ഇനി ആരും പോകണ്ട എന്ന തീരുമാനം എടുത്തത് അദ്ദേഹമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് PV അൻവറും നിലപാടെടുത്തു. നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അൻവറിനെ അവഗണിച്ച UDFിന് ഇനി അങ്ങനെ തുടരാനാകില്ല. അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയത് 20,000-ഓളം വോട്ടുകൾ. അൻവറിന്റെ കരുത്ത് അംഗീകരിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള UDF നേതാക്കളുടെ പ്രതികരണം. ഈ അൻവർ ഫാക്ടറിനെ എങ്ങനെ കാണുന്നു? അത് പരിശോധിക്കേണ്ട വിഷയമാണ്. 10,000-ന് മുകളിൽ വോട്ട് നേടി, അതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ നേതൃത്വം അത് ആലോചിക്കും. അൻവറിന് നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. ഇനി സ്റ്റേഷനിൽ ധാരാളം ഉണ്ടല്ലോ, കയറിക്കും. പിണറായിസം എന്ന പ്രയോഗത്തിലൂന്നി LDF സർക്കാരിനെതിരെ പട നയിക്കാൻ രാഷ്ട്രീയ അഭയം ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ അൻവർ നിലപാട് മയപ്പെടുത്തി. നല്ലൊരു തീരുമാനത്തിലേക്ക്, മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിന്റെ വേരറക്കാൻ എനിക്ക് ആയുസുണ്ടെങ്കിൽ കേട്ടോ, ഈ 2026 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ അൻവർ നേതൃത്വം നൽകുന്ന TMC UDF മുന്നണി പ്രവേശന ചർച്ച തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും സജീവമാവുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയവും അതിനുള്ള പിന്തുണയും കരുത്താകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് നിർണായകമാകും. ഷബീർ ഒമർ, ടീം മീഡിയ 1, നിലമ്പൂർ.